ഗുഡ് മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ട്രാഫിക് എഞ്ചിനീയറിംഗ് ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ? അപ്പോൾ ട്രാഫിക് എഞ്ചിനീയറിംഗിൻ്റെ ലാസ്റ്റ് ക്ലാസ് ആണിത്. ഈ ഒരു പോർഷൻ കൂടെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഏകദേശം തീർന്നു എന്ന് പറയാം. അപ്പോൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ നമ്മൾ പഠിച്ചതെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് നോക്കിയിട്ടുണ്ടായിരുന്നു. ദെൻ ഏതൊക്കെയായിരുന്നു ട്രാഫിക് സർവേസ് അല്ലെങ്കിൽ സ്റ്റഡീസ് എന്ന് നോക്കി. അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ അതിനകത്ത് ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടിരുന്നു കേട്ടോ. ട്രാഫിക് സർവേസ് എന്താണ്, ഏതൊക്കെയാണെന്നുള്ളത്. അതിനകത്ത് ഈ ആക്സിഡൻറ്റ് സ്റ്റഡി കൂടെ ആൻസർ കീയിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓരോന്നും നമ്മൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാഫിക് വോളിയം സ്റ്റഡി എന്താണ്, ട്രാഫിക് വോളിയം എന്താണ്, അതെങ്ങനെയൊക്കെ ചെയ്യുന്നു, മാനുവൽ മെത്തേഡ്, മെക്കാനിക്കൽ കൗണ്ടർ മെത്തേഡും ആണെന്ന് പറഞ്ഞു. ദെൻ സ്പീഡ് സ്റ്റഡീസ് ആണ്. സ്പീഡ് സ്റ്റഡീസ് തന്നെ നമ്മൾ സ്പോട്ട് സ്പീഡ് സ്റ്റഡിയും സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡീസും ഉണ്ട്. സ്പീഡ് ആൻഡ് ഡിലേ സ്റ്റഡീസിൽ ഫിക്സഡ് ഡിലേയും ഓപ്പറേഷണൽ ഡിലേ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ദെൻ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനേഷൻ സ്റ്റഡി, അതെങ്ങനെയെല്ലാം ചെയ്യാൻ പറ്റുമെന്ന് നോക്കി. ദെൻ ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ്, ട്രാഫിക് കപ്പാസിറ്റി സ്റ്റഡീസ്, പാർക്കിംഗ് സ്റ്റഡി, ആക്സിഡൻറ്റ് സ്റ്റഡി, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇനി അല്ലേ, കുറച്ച് കാര്യം കൂടെ എടുത്തിരുന്നു. റോഡ് ജംഗ്ഷൻസ് കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. റോഡ് ജംഗ്ഷൻസും ട്രാഫിക് ഐലൻഡ്സും. ഓക്കെ, അപ്പോൾ റെഗുലേഷൻസ് ഓഫ് ട്രാഫിക്, അതായത് ട്രാഫിക് നമുക്ക് എങ്ങനെയെല്ലാം റെഗുലേറ്റ് ചെയ്യാം അല്ലെങ്കിൽ കൺട്രോൾ ചെയ്യാം എന്നുള്ളതിൽ 5 പോയിന്റ്സ് ആണ് പഠിക്കാനുള്ളത്. റോഡ് ജംഗ്ഷൻസ്, ട്രാഫിക് ഐലൻഡ്സ്, ട്രാഫിക് സൈൻസ്, ഗ്രേഡ് സെപ്പറേഷൻസ് ആൻഡ് പേയ്മെന്റ് മാർക്കിങ്സ്. അതിൽ റോഡ് ജംഗ്ഷൻസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. റോഡ് ജംഗ്ഷൻസ് അതിൻ്റെ ഷേപ്പ് വെച്ച് സ്ക്വയർ, അക്യൂട്ട്, ടി, വൈ, സ്റ്റാഗേർഡ്, മൾട്ടിപ്പിൾ. ദെൻ ട്രാഫിക് ഐലൻഡ്സ് ആണെങ്കിൽ സർക്കുലർ, എലിപ്റ്റിക്കൽ, റോംബസ്, ടർബൈൻ, ടാൻജന്റ് ഷേപ്പ്. ഇത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ബാക്കിയുള്ള ഭാഗങ്ങളാണ്. അതായത് ട്രാഫിക് സിഗ്നൽസും ഗ്രേഡ് സെപ്പറേഷൻസും പേയ്മെന്റ് മാർക്കിങ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. ഇതോടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ നമുക്ക് തീർന്നു, ഏകദേശം തീർന്നു എന്ന് പറയാം. ദെൻ അടുത്ത ക്ലാസ് തൊട്ട് നമുക്ക് സെക്കൻഡ് മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാം. അതായത് ജിയോമെട്രിക് ഡിസൈനും പേയ്മെന്റ് കൺസ്ട്രക്ഷനും ഹൈവേ കൺസ്ട്രക്ഷനുമാണ് സെക്കൻഡ് മൊഡ്യൂളിനകത്ത് വരുന്നത്. ഇന്നലെ നമ്മൾ ജസ്റ്റ് ട്രാഫിക് സയൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടിരുന്നു അല്ലേ? ട്രാഫിക് സയൻസ് എന്തിനായിരുന്നു? ടു പ്രിവെന്റ് ദ ആക്സിഡൻസ് പ്രിവെന്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാഫിക് സയൻസ് പ്രൊവൈഡ് ചെയ്തത്. അപ്പോൾ അതിന്റെ പർപ്പസ് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ടു കമാൻഡ് ദ അറ്റൻഷൻ, ടു മേക്ക് ഇറ്റ്സ് മീനിങ് ക്ലിയർ അറ്റ് എ പ്ലേസ്, ടു അലൗ ദ റിക്വയർഡ് റെസ്പോൺസ് ടൈം, ടു എൻഷുർ റെസ്പെക്ട് ഫ്രം ഓൾ റോഡ് യൂസേഴ്സ്. അപ്പം ഇത്തരം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാഫിക് സയൻസ് അല്ലെങ്കിൽ ട്രാഫിക് സിഗ്നൽസ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ദെൻ ഏതൊക്കെ ടൈപ്പ് ട്രാഫിക് സൈൻസ് ആണെന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്? വാർണിംഗ് സൈനും കോഷണറി. വാർണിംഗ് സൈൻ എന്ന് പറയുന്ന വേറൊരു പേരാണ് കോഷണറി സൈൻസ്. മാൻഡേറ്ററി സൈൻ അല്ലെങ്കിൽ റെഗുലേറ്ററി സൈൻ. ദെൻ പ്രൊഹിബിറ്ററി സൈൻ, ഇൻഫോർമേറ്ററി സൈൻ, ടെമ്പററി സൈൻ. ഇത്രയും സൈൻസ്, ട്രാഫിക് സൈൻസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് ഓരോന്നും നമുക്ക് പേര് കേട്ടാൽ തന്നെ അറിയാം എന്താണെന്ന്. കാരണം നിങ്ങളെല്ലാം ഇത് ഇന്നലെ പറഞ്ഞതുപോലെ ലേണേഴ്സ് ടെസ്റ്റ് ഒക്കെ എഴുതുമ്പോൾ നിങ്ങൾ കേട്ട് പരിചയമായിട്ടുള്ള ട്രാഫിക് സിഗ്നൽസ് ആണ് ഇതെല്ലാം. അപ്പൊ എന്താണ് വാർണിംഗ് സൈൻ അല്ലെങ്കിൽ കോഷണറി സൈൻ? വാർണിംഗ് സൈൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഡ്രൈവർക്ക്, വാഹനം ഓടിക്കുന്ന ആൾക്ക് ഒരു വാർണിംഗ് ചെയ്യുകയാണ്. എന്തെങ്കിലും റോഡിന്റെ കണ്ടീഷൻ ഇതാണെന്ന് കാണിച്ചുകൊണ്ടുള്ള വാർണിംഗ് തരുന്ന തരത്തിലുള്ള സൈനുകളെയാണ് നമ്മൾ വാർണിംഗ് സൈൻ അല്ലെങ്കിൽ കോഷണറി സൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ദി അഡ്വൈസ് ദ ഡ്രൈവർ ടു ഒബേ ദ റൂൾസ്. അഡ്വൈസ് ചെയ്യാണ്, ആ സൈനിലൂടെ നമ്മളെ അഡ്വൈസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അത് സേഫ്റ്റി ഓഫ് ഡ്രൈവേഴ്സ് മീൻ ചെയ്യുന്നത്, സേഫ്റ്റി ഓഫ് ഡ്രൈവേഴ്സ്. പിന്നെ ഈ ഒരു സൈൻ എന്ന് പറയുന്നത് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഷേപ്പിലാണ് നമ്മളെപ്പോഴും വാർണിംഗ് സൈൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്, വിത്ത് അപ്പെക്സ് അപ്വേർഡ്. അപ്പെക്സ് മുകളിലേക്കായിട്ടുള്ള ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും ഇതിന്റെ ഷേപ്പ്. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഷേപ്പും ഡയറക്ഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ദെൻ ഇതിൽ
വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, റെഡ് ബോർഡർ ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് അതിനകത്ത് ബ്ലാക്ക് കളറിലെ സിമ്പിൾസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിന് എക്സാമ്പിൾസ് ആണ് ഹെയർ പിൻ ബെൻഡ്, നാരോ ബ്രിഡ്ജ്, ഗ്യാപ്പ് ഇൻ മീഡിയൻ, സ്കൂൾ അഹെഡ് എക്സെട്ര. ഇതെല്ലാം വാർണിംഗ് സൈൻസിന്റെ എക്സാമ്പിൾസ് ആണ്. അപ്പോൾ ഇത് കുറച്ച് സ്ക്രീനിൽ കുറച്ച് വാർണിംഗ് സൈൻസ് അല്ലെങ്കിൽ കോഷണറി സൈൻസ് കാണിച്ചിട്ടുണ്ട്. ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആയിരിക്കും, റെഡ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, റെഡ് ബോർഡർ ആയിരിക്കും, വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് കളറിലായിരിക്കും ഒബ്ജക്റ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടാവുക. ക്ലിയർ? അപ്പോൾ ഇത്തരത്തിലുള്ള സൈനുകളെയാണ് നമ്മൾ വാർണിംഗ് സൈൻ അല്ലെങ്കിൽ കോഷണറി സൈൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് ട്രാഫിക് സൈൻ ആണ് മാൻഡേറ്ററി സൈൻ അല്ലെങ്കിൽ റെഗുലേറ്ററി സൈൻ എന്ന് പറയുന്നത്. മാൻഡേറ്ററി എന്ന് പറഞ്ഞാൽ എന്താ? ഡ്രൈവേഴ്സ് മസ്റ്റ് ഒബേ ദീസ് സൈൻസ്. ഈ ഒരു കാര്യം നമ്മൾ അതിലൂടെ സൈൻ ബോർഡിലൂടെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന കാര്യം എന്താണോ അത് തീർച്ചയായിട്ടും ഡ്രൈവർ ഒബേ ചെയ്തിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, നിർബന്ധമായിട്ടും ആ ഒരു കാര്യം നമ്മൾ പാലിച്ചിരിക്കണം എന്നാണ് മാൻഡേറ്ററി സൈൻസ് അല്ലെങ്കിൽ റെഗുലേറ്ററി സൈൻസിലൂടെ ഉദ്ദേശിക്കുന്നത്. വയലേഷൻ ഓഫ് ദീസ് സൈൻസ് ഈസ് എൻ ഒഫൻസ് ആസ് പെർ ലോ. അപ്പോൾ ഇത് നമ്മൾ വയലേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് പണിഷ്മെന്റിന് കാരണമാകും. അപ്പം നിർബന്ധമായിട്ടും ഒബേ ചെയ്യേണ്ട ടൈപ്പ് ഓഫ് സൈൻസ് ആണ് മാൻഡേറ്ററി സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് കുറച്ച് എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഡെഡ് സ്ലോ, നോ ടേൺ, സ്പീഡ് ലിമിറ്റ്, ഓവർടേക്കിംഗ് പ്രൊഹിബിറ്റഡ്, ഹോൺ പ്രൊഹിബിറ്റഡ്, കീപ് ലെഫ്റ്റ്. ഇതെല്ലാം മാൻഡേറ്ററി സൈൻസിന് എക്സാമ്പിൾ ആണ്. ഇത് നമ്മൾ സാധാരണ പ്രൊവൈഡ് ചെയ്യുന്നത് 600 mm ഡയ സർക്കുലർ ഡിസ്ക്, 600 mm ഡയമീറ്റർ ഉള്ള ഒരു സർക്കുലർ ഡിസ്ക് ആയിരിക്കും, വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും, റെഡ് കളർ ബോർഡർ ആയിരിക്കും, അതുപോലെ ബ്ലാക്ക് ന്യൂമറിക്കൽസ് ആയിരിക്കും അവിടെ കൊടുത്തിട്ടുണ്ടാവുക. എന്നിട്ട് ഇത് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് 2 meter ഹൈറ്റിലായിരിക്കും പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഡിസ്കിന്റെ സെന്ററിലേക്ക് 2 meter ഹൈറ്റ് ഉണ്ടായിരിക്കും ഗ്രൗണ്ട് ലെവലിൽ നിന്ന്. ഇനി ഈ പറഞ്ഞതിൽ നിന്ന് 2 എക്സെപ്ഷൻസ് ആണ് ഉള്ളത്. അത് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നതായിരിക്കും. ഈ 2 ട്രാഫിക് സൈൻ ബോർഡ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഒന്ന് സ്റ്റോപ്പും ദെൻ ഗീവ് വേ എന്നുള്ള സൈൻ. സ്റ്റോപ്പ് എന്ന ട്രാഫിക് സൈനിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒക്ടഗണൽ ഷേപ്പാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ സർക്കുലർ ഡിസ്ക് ആണ് അല്ലെ. മാൻഡേറ്ററി സൈൻസിന് നമ്മൾ പറഞ്ഞ ഷേപ്പ് എന്താണ്? സർക്കുലർ ഷേപ്പാണ്. പക്ഷേ സ്റ്റോപ്പ് എന്നുള്ള സൈനിന് മാത്രം അതെങ്ങനെയാണ്? ഒക്ടഗണൽ ഷേപ്പാണ്. ഒക്ടഗണൽ ഷേപ്പാണ് വിത്ത് വൈറ്റ് ബോർഡർ ഓഫ് 30 mm വിഡ്ത്ത്. ഓക്കെ, വൈറ്റ് ബോർഡർ ഓഫ് 30 mm വിഡ്ത്ത് സ്റ്റോപ്പ് എന്നുള്ള സിഗ്നേച്ചറിന്റെ മാത്രം പ്രത്യേകതയാണ്. ദെൻ ഗീവ് വേ ആണെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണ് വിത്ത് റെഡ് കളർ ബോർഡർ ഓഫ് 70 mm തിക്നെസ്. റെഡ് കളർ ബോർഡർ ഓഫ് 70 mm തിക്നെസ്. അപ്പൊ ഇത് രണ്ടുമാണ് എക്സെപ്ഷൻസ്. PSC പോയിന്റ് ഓഫ് വ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 പോയിന്റ്സ് ആണിത്. സ്റ്റോപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒക്ടഗണൽ ഷേപ്പ് ആണ്, വൈറ്റ് ബോർഡർ ആണ് ഓഫ് 30 mm തിക്നെസ്. ഗീവ് വേ ആണെന്നുണ്ടെങ്കിൽ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണ്, റെഡ് കളർ ബോർഡർ ആണ്, 70 mm തിക്നെസ് ആണ്. ഇനി മാൻഡേറ്ററി സൈൻസിന് സാധാരണ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സർക്കുലർ ഷേപ്പ് ആണെന്ന് പറഞ്ഞു അല്ലെ. അതിൽ മെജോറിറ്റി ഓഫ് ദം ഹാവ് റെഡ് ബോർഡർ ഓഫ് 60 mm. എല്ലാറ്റിനും എങ്ങനെയായിരിക്കും? 60 mm വിഡ്ത്തുള്ള റെഡ് ബോർഡർ ആണ് പ്രൊവൈഡ് ചെയ്യുക. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കും. ഓക്കെ, പക്ഷേ നോ പാർക്കിംഗ് സൈനിലും നോ സ്റ്റോപ്പിംഗ് സൈൻസിലും ബ്ലൂ കളർ ആയിരിക്കും ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, നോ എൻട്രി സൈൻ ആണെന്നുണ്ടെങ്കിൽ അത് സർക്കുലർ ആണ്, ബാക്കി കംപ്ലീറ്റ് ഉള്ള വിട്ടേക്കും. അപ്പൊ നോ പാർക്കിങ്ങിനും നോ സ്റ്റോപ്പിങ്ങിനും ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കും, ബാക്ക്ഗ്രൗണ്ട് ബ്ലൂ ആയിരിക്കും. മറ്റേതിനല്ല, വൈറ്റ് ആയിരിക്കും. 60 mm വിഡ്ത്തുള്ള ബോർഡർ ആയിരിക്കും. അപ്പോൾ നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് സ്റ്റോപ്പ് സൈനിന്റെ സാധാരണ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സർക്കുലർ ഷേപ്പാണ്, റെഡ് കളർ ബോർഡർ ആണ്, 60 mm ആയിരിക്കും അതിന്റെ വിഡ്ത്ത്, ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആണ്. പക്ഷേ സ്റ്റോപ്പ് സൈൻ ആണെങ്കിൽ ഒക്ടഗണൽ ഷേപ്പാണ്, വൈറ്റ് ബോർഡർ ആണ്, 30 mm വിഡ്ത്തായിരിക്കും അതിനുണ്ടാവുക. ഗീവ് വേ ആണെങ്കിൽ ഇൻവേർട്ടഡ് ട്രയാങ്കിൾ ആണ്, റെഡ് കളർ ബോർഡർ ആണ്,
അതിൻ്റെ വിടുത്ത് 70 mm ആണ്. ഇനി നോ പാർക്കിംഗ് നോ സ്റ്റോപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രയാണ് മാൻഡേറ്ററി സൈൻ അല്ലെങ്കിൽ റെഗുലേറ്ററി സൈനിൽ നമുക്ക് പറയാനുള്ളത്. അപ്പൊ ഇതിന്റെ കുറച്ച് എക്സാമ്പിൾസ് പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, എക്സാമ്പിൾസ് പഠിച്ചു വെക്കണം. ഇനി മൂന്നാമത്തെ ടൈപ്പ് ഓഫ് ട്രാഫിക് സിഗ്നൽ ആണ്, ട്രാഫിക് സൈൻ ആണ് പ്രൊഹിബിറ്ററി സൈൻ. പ്രൊഹിബിറ്ററി സൈൻ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ട്രാഫിക് അലൗഡ് ആണ് അല്ലെ, മൂവ്മെന്റ്, വെഹിക്കുലർ മൂവ്മെന്റ് അലൗഡ് ആണ്, പക്ഷേ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ പ്രൊഹിബിറ്റഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ ചില സ്ഥലങ്ങളിൽ ശബ്ദ നിരോധിത മേഖല അല്ലെങ്കിൽ ഹോൺ ഈസ് പ്രൊഹിബിറ്റഡ് എന്നൊക്കെ പറഞ്ഞ്, യൂസ് ഓഫ് ഹോൺ ഈസ് പ്രൊഹിബിറ്റഡ് എന്നൊക്കെ പറഞ്ഞ് കണ്ടിട്ടുണ്ടാവും. അല്ലെങ്കിൽ നോ പാർക്കിംഗ്, അല്ലെങ്കിൽ എന്താ പറയാ, നോ എൻട്രി, സ്പീഡ് ലിമിറ്റ്, നോ യു ടേൺ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്ന ടൈപ്പ് ഓഫ് സിഗ്നൽസിനെയാണ്, സൈൻസിനെയാണ് പ്രൊഹിബിറ്ററി സൈൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെല്ലാം നമ്മൾ സാധാരണ സർക്കുലർ ഷേപ്പിൽ വരച്ചിട്ട് എന്താണ് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുള്ളത് അതിനെ നമ്മൾ സിമ്പിളായി കൊടുത്തിട്ട് അതിനെ ക്രോസ് ചെയ്യുന്ന രീതിയിലായിരിക്കും അതിന്റെ സിമ്പിൾസ് ഉണ്ടായിരിക്കുക. ഇവിടെ കുറച്ച് പ്രൊഹിബിറ്ററി സൈൻസിന്റെ ഫിഗർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ദെൻ നമ്മുടെ നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ട്രാഫിക് സൈൻ ആണ് ഇൻഫോർമേറ്ററി സൈൻസ് അല്ലെങ്കിൽ ഗൈഡ് സൈൻസ്. പേര് കേട്ട് തന്നെ നമുക്കറിയാം എന്തിനുള്ളതാണ്, നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ തരുന്നതിന് വേണ്ടിയിട്ടുള്ള ടൈപ്പ് ഓഫ് സയൻസിനെയാണ് നമ്മൾ ഇൻഫോർമേറ്ററി സയൻസ് എന്ന് പറയുന്നത്. അതായത് പെട്രോൾ പമ്പ് കുറച്ചുകൂടി നീങ്ങിക്കഴിഞ്ഞാൽ ഒരു പെട്രോൾ പമ്പ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഹോസ്പിറ്റൽ ഉണ്ട്, അതല്ലെങ്കിൽ പാർക്കിംഗ് ഏരിയ ഉണ്ട്, ടാക്സി സ്റ്റാൻഡ് ഉണ്ട്, പോലീസ് സ്റ്റേഷൻ ഉണ്ട്, ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ രീതിയിലുള്ള ഇൻഫർമേഷൻസ്, അതായത് നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് കറക്റ്റായിട്ട് എത്താനുള്ള ടൈപ്പ് ഓഫ് ഇൻഫർമേഷൻ തരുന്ന ടൈപ്പ് ഓഫ് സയൻസിനെയാണ് നമ്മൾ ഇൻഫോർമേറ്ററി സൈൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസ് ആയിരിക്കും നമ്മൾ ഇൻഫോർമേറ്ററി സയൻസ് ആയി പ്രൊവൈഡ് ചെയ്യും. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും യാത്ര ചെയ്ത് എത്തുന്നുണ്ടെങ്കിൽ മലപ്പുറത്തേക്ക് ഇത്ര ഡിസ്റ്റൻസ്, ഇത്ര കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞ് കാണാറില്ലേ, അതെല്ലാം എന്ത് തന്നെയാണ്, ഇൻഫോർമേറ്ററി സയൻസ് ആണ്. അപ്പൊ ഇൻഫോർമേറ്ററി സയൻസ് ആണെങ്കിൽ നമ്മൾ റെക്ടാങ്കുലർ ഷേപ്പിലാണ് പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, റെക്ടാങ്കുലർ ഷേപ്പിൽ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സയൻസ് ആണ് ഇൻഫോർമേറ്ററി സയൻസ്. അതിൽ നമ്മൾ ബ്ലാക്ക് ലെറ്റേഴ്സിൽ യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ NHഉം SH ആണെങ്കിൽ യെല്ലോ ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലാക്ക് ലെറ്റേഴ്സിൽ എഴുതും. ഇനി മേജർ ഡിസ്ട്രിക്ട് റോഡും അതർ ഡിസ്ട്രിക്ട് റോഡും വില്ലേജ് റോഡൊക്കെ ആണെങ്കിൽ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലായിരിക്കും നമ്മൾ എഴുതുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ അതാണ് ഇൻഫോർമേറ്ററി സയൻസിന്റെ പ്രത്യേകത. നമ്മുടെ ലാസ്റ്റ് ടൈപ്പ് ഓഫ് ട്രാഫിക് സൈൻ ആണ് ടെമ്പററി സൈൻസ്. ഇത് നിങ്ങൾ സാധാരണ കണ്ടിട്ടുണ്ട്. റോഡ് ക്ലോസ്ഡ്, ഡൈവേർഷൻ എൻഡ്, ഡൈവേർഷൻ എന്ന് പറഞ്ഞൊരു ആരോ മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ റോഡിന് എന്തെങ്കിലും റിപ്പയർ വർക്ക്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതുവഴി നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ സാധ്യമല്ല, അപ്പൊ നമ്മൾ വഴി തിരിച്ചു വിടുന്നതായി നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു സന്ദർഭത്തിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് സൈനുകളെയാണ് നമ്മൾ ടെമ്പററി സയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടെമ്പററി സയൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ള ട്രാഫിക് സയൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അതേപോലെ തന്നെ വളരെ സിമ്പിൾ ആണ്, എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന പോർഷൻ ആണ്. ഇത് ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണെന്ന് ഞാൻ പിന്നീടും ഓർമ്മിപ്പിക്കുകയാണ്. സിമ്പിളായിട്ട് മാർക്ക് വാങ്ങിക്കാൻ പറ്റുന്ന ഭാഗം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത് നോക്കാനായിട്ട് പോകുന്നത് ഗ്രേഡ് സെപ്പറേഷൻസ് ആണ്. ഈ ഗ്രേഡ് സെപ്പറേഷൻസും ചോദിച്ചിട്ടുണ്ട്. ഗ്രേഡ് സെപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ അറേഞ്ച്മെന്റ് ടേക്കിംഗ് വൺ റോഡ് ഓവർ ഓർ അണ്ടർ അനദർ ബൈ മീൻസ് ഓഫ് എ ബ്രിഡ്ജ്. ഒരു റോഡ്, അതായത് പല ഡയറക്ഷനിൽ നിന്ന് വരുന്ന റോഡുകളെ തമ്മിൽ പല രീതിയിൽ കണക്ട് ചെയ്യുന്നതിന് ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ആണ് ഗ്രേഡ് സെപ്പറേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ബ്രിഡ്ജ് ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുകളിലൂടെയും താഴ്ഭാഗത്തൂടെയും ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് അല്ലെ. അതായത് നമ്മൾ അതിന്റെ ഗ്രേഡ് സെപ്പറേറ്റ് ചെയ്തു എന്നുള്ള അർത്ഥത്തിൽ ഒരേ ലെവലിൽ ക്രോസ് ചെയ്ത് പോകാതെ, ക്രോസിംഗ് ആണെന്നുണ്ടെങ്കിൽ സെയിം ലെവലിലുള്ള ക്രോസിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ കൺജഷൻസും കോൺഫ്ലിക്റ്റ് ഒക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സന്ദർഭത്തിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഡയറക്ഷനിലേക്കുള്ളത് താഴത്തൂടെയും ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കുള്ളത് നമ്മൾ,
അല്ലെങ്കിൽ അതിനെ ക്രോസ് ചെയ്ത് പോകാണ്ട് നമ്മൾ മുകളിലൂടെ വല്ല ബ്രിഡ്ജൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ട് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ട്രാഫിക് റെഗുലേഷൻ ആണ് ഗ്രേഡ് സെപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ സാധാരണ ഈ ഒരു പേര് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും, ഫ്ലൈ ഓവർ ജംഗ്ഷൻ എന്നും പറയും, ഫ്ലൈ ഓവർ എന്നും പറയും. അത് അങ്ങനെ ഫ്ലൈ ഓവർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ there is no physical connection between two separated roadway. അങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ടുള്ള റോഡ് വേസ് തമ്മിൽ ഒരു ഫിസിക്കൽ കണക്ഷൻ ഒന്നും ഉണ്ടായിരിക്കില്ല, രണ്ടും സെപ്പറേറ്റ് ചെയ്ത് തന്നെ നിൽക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സാധാരണ നമ്മൾ ഇന്റർചേഞ്ച് എന്ന് പറഞ്ഞാണ് ഗ്രേഡ് സെപ്പറേഷൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അത് ചില കോമൺ ടൈപ്പ് ഓഫ് ഇന്റർചേഞ്ചസ് ആണ് ഇവർ താഴെ കാണിച്ചിട്ടുള്ളത്. റോട്ടറി ഇന്റർചേഞ്ച്, ഡയമണ്ട് ഇന്റർചേഞ്ച്, ഡെൽറ്റ ഇന്റർചേഞ്ച് ഓർ ത്രീ-വേ ഇന്റർചേഞ്ച് ഓർ ട്രംപറ്റ് ടൈപ്പ് ഗ്രേഡ് സെപ്പറേറ്റർ, ഫ്ലവർ ലീഫ് ഇന്റർചേഞ്ച്. അതിനകത്ത് എല്ലാം തന്നെ ഫിഗർ, ഇതിന്റെ ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ ചോദിച്ചു കണ്ടിട്ടുണ്ട്, അപ്പോൾ ഫിഗർ വരയ്ക്കാനായിട്ട് നമുക്ക് അറിയണം. അപ്പോൾ നമുക്ക് ആദ്യം റോട്ടറി ഇന്റർചേഞ്ച് എന്താണെന്ന് വെച്ചാൽ ഈ ഫിഗറിൽ കാണുന്ന പോലെ ഈ ഒരു ഫിഗർ വരയ്ക്കാനായിട്ട് പഠിക്കാം. ഞാൻ പെൻസിൽ ഡ്രോയിങ്സ് വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡ്രോയിങ് പഠിക്കാനായിട്ട് ശ്രമിക്കാം. This is the enlarged road intersection where all converging vehicles are forced to move around a large central island in one direction. അപ്പോൾ ഇതിലൂടെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സെൻട്രൽ ഐലാൻഡ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ ഈ ഒരു വഴിക്ക് വരുന്ന വാഹനമാണെന്നുണ്ടെങ്കിൽ ഇതിന് ഇങ്ങനെ വന്ന് ഈ ഒരു സെൻട്രൽ ഐലാൻഡിലൂടെ ഇങ്ങനെ മൂവ് ചെയ്തിട്ട് വേണം പുറത്തോട്ട് എക്സിറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് ഇന്റർചേഞ്ചിനെ പറയുന്ന പേരാണ് റോട്ടറി ഇന്റർചേഞ്ച്. Okay, rotary interchange. This is provided to eliminate the necessity of stopping even for crossing streams of vehicles and to reduce the area of conflict. അതായത് നമുക്ക് ക്രോസ് ചെയ്യുന്ന സമയത്ത് സ്റ്റോപ്പ് ചെയ്യാതെ തന്നെ കണ്ടിന്യൂസ് ആയി മൂവ് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ട സ്ഥലങ്ങളിലേക്ക് പോകാം. അപ്പോൾ ഒരു ഡിലേയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ മൂവ്മെന്റ് നടത്താനായിട്ട് റോട്ടറി ഇന്റർചേഞ്ച് സഹായിക്കും. ഇതാണ് റോട്ടറി ഇന്റർചേഞ്ച്. ഈ ഒരു ഫിഗർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ അടുത്തതാണ് ഡയമണ്ട് ഇന്റർചേഞ്ച്. ഡയമണ്ട് ഇന്റർചേഞ്ച് എന്നുള്ള പേര് വരാനുള്ള കാരണം തന്നെ ഇതിൻ്റെ ഒരു ഷേപ്പ് തന്നെയാണ്, ഒരു ഡയമണ്ട് ഷേപ്പ് തന്നെയാണ് പേര് വരാനുള്ള കാരണം. യൂസ്ഡ് ഇൻ മൈനർ റോഡ്സ് വെയർ ഹെവിലി ട്രാവൽഡ് റോഡ് ഈസ് ക്രോസ്ഡ് ബൈ എ കമ്പാരിറ്റീവ്ലി ലൈറ്റ്ലി ട്രാവൽഡ് വൺ. അപ്പോൾ ഒരു ഹെവി ആയിട്ട് ട്രാവൽ റോഡും ലൈറ്റ് ആയിട്ടുള്ള ട്രാവൽ റോഡും തമ്മിൽ ക്രോസ് ചെയ്യുന്ന സ്ഥലങ്ങളിലാണ് നമ്മൾ സാധാരണ ഡയമണ്ട് ഇന്റർചേഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, ഡയമണ്ട് ഇന്റർചേഞ്ച് ഇതൊരു സിംപ്ലസ്റ്റ് ഫോം ആണ്. ഇതിനൊരു 4 one-way റാംസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഷേപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് തോന്നില്ല, ഒരു ഡയമണ്ട് ഷേപ്പ് ആയിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഡയമണ്ട് ഇന്റർചേഞ്ച് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് ഡെൽറ്റ ഇന്റർചേഞ്ച് ഓർ ത്രീ-വേ ഇന്റർചേഞ്ച് അല്ലെങ്കിൽ ട്രംപറ്റ് ഇന്റർചേഞ്ച് എന്ന് പറയുന്നത്. ഒരു ട്രംപറ്റിന് ഷേപ്പ് ഉള്ള കാരണമാണ് നമ്മളിതിനെ ട്രംപറ്റ് ഇന്റർചേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഈ ഒരു ഫിഗർ ഒരു തവണ എക്സാമിന് വരയ്ക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്, ജസ്റ്റ് സ്കെച്ച് ചെയ്യാൻ പറഞ്ഞിട്ട് സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഫിഗർ അറിഞ്ഞു വെക്കാം. ഓക്കെ, പേര് മറക്കരുത്, ഡെൽറ്റ ഇന്റർചേഞ്ച് അല്ലെങ്കിൽ ത്രീ-വേ ഇന്റർചേഞ്ച്, അതും അല്ലെങ്കിൽ ട്രംപറ്റ് ഇന്റർചേഞ്ച്. നെക്സ്റ്റ് വണ്ണാണ് ഫ്ലവർ ലീഫ് ഇന്റർചേഞ്ച്. ഇതാണ് ഏറ്റവും സുപ്പീരിയർ ആയിട്ടുള്ള ടൈപ്പ് ഓഫ് ഇന്റർചേഞ്ച് എന്ന് പറയുന്നത്. ഫ്ലവർ ലീഫ് ഇന്റർചേഞ്ച് ആണ്. ഇതിന്റെ ഫിഗറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് റൈറ്റ് ഹാൻഡ് മൂവ്മെന്റ്സ് ആർ എലിമിനേറ്റഡ്. റൈറ്റ് സൈഡിലേക്കുള്ള മൂവ്മെന്റ്സ് എല്ലാം ഇതിൽ എലിമിനേറ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ മേജർ ആയിട്ടുള്ള ആക്സിഡന്റ് സോഴ്സസ്, അതായത് അപകട സാധ്യത കൂടുതലുള്ള കാരണങ്ങൾ ഇത്തരം ഇന്റർചേഞ്ചിൽ നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഫിഗറും ഇമ്പോർട്ടൻ്റ് ആണ്, അറിഞ്ഞിരിക്കാം. ഫ്ലവർ ലീഫ് ഇന്റർചേഞ്ച് ഇതാണെന്നുണ്ടെങ്കിൽ ട്രംപറ്റ് ഇന്റർചേഞ്ച്. ദിസ് ഈസ് ഡയമണ്ട് ഇന്റർചേഞ്ച് ആൻഡ് ദിസ് വൺ ഈസ് റോട്ടറി ഇന്റർചേഞ്ച്. ഓക്കെ, അപ്പോൾ ഇതിന്റെ ഫിഗർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്,
ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അവസാനത്തെ ട്രാഫിക് റെഗുലേഷൻ ആണ് റോഡ് മാർക്കിങ്സ് എന്ന് പറയുന്നത്. ഈ റോഡ് മാർക്കിങ്സ് നിങ്ങൾക്ക് അറിയാം, നമ്മുടെ ഹൈവേക്ക് ഇറങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സെൻട്രൽ ലൈനിലൂടെ എല്ലാം ലൈൻസ് പോകുന്നത് കണ്ടിട്ടുണ്ട്. സീബ്ര ലൈൻസ് ഉണ്ട്, ഇടവിട്ടിട്ടുള്ള ലൈൻസ് ഉണ്ട്, എഡ്ജ് ലൈൻസ് ഉണ്ട്, പല കളറിലും ഡയമെൻഷനിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. ആ റോഡ് മാർക്കിങ്സ്, അതിനെയാണ് നമ്മൾ റോഡ് മാർക്കിങ്സ് എന്ന് പറയുന്നത്. The purpose of road marking എന്താണെന്ന് ചോദിച്ചാൽ to guide and control traffic. To guide and control traffic on a highway. They supplement the function of traffic signs. അത് ട്രാഫിക് സയൻസിന്റെ അതേ ഫംഗ്ഷനെ തന്നെയാണ് സപ്ലിമെന്റ് ചെയ്യുന്നത്. അതായത് ഗൈഡ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് റോഡ് മാർക്കിങ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ് മാർക്കിങ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 ടൈപ്പ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ റോഡ് മാർക്കിങ്സ് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഓരോന്നും എന്താണെന്ന് നോക്കാം. ഒന്ന് കാരിയേജ് വേ മാർക്കിങ്സ്, 2 മാർക്കിങ്സ് അറ്റ് ഇന്റർസെക്ഷൻ, then object markings, word messages, markings for parking, then marking at hazardous locations. ഇത്രയും ക്ലാസിഫിക്കേഷൻ ഓഫ് റോഡ് മാർക്കിങ്സ് ആണ് നമുക്കുള്ളത്. അതായത് കാരിയേജ് വേ മാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനകത്ത് ലോഞ്ചിറ്റ്യൂഡൽ മാർക്കിങ്സ് ആണ് വരുന്നത്. കാരിയേജ് വേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരു ഹൈവേയിൽ നമ്മുടെ വെഹിക്കുലർ മൂവ്മെന്റ് നടക്കുന്ന സ്ഥലം ഏതാണോ ആ പോർഷൻ ഓഫ് റോഡിനെയാണ് നമ്മൾ കാരിയേജ് വേ എന്ന് പറയുന്നത്. ഒന്നുകൂടെ പറയാം, നമ്മുടെ വെഹിക്കുലർ മൂവ്മെന്റ് പോസിബിൾ ആയിട്ടുള്ള പോർഷൻസ് ഇല്ലേ, അതായത് വാഹനങ്ങൾ മൂവ് ചെയ്യുന്ന ഒരു ഭാഗത്തിനെയാണ് നമ്മൾ കാരിയേജ് വേ എന്ന് പറയുന്നത്. ഒരു റോഡ് മൊത്തമായിട്ട് വാഹനം മൂവ് ചെയ്യാനായിട്ട് പാടില്ല. അപ്പോൾ ഓരോ പോർഷനും ഓരോ ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ വെഹിക്കിൾസ് മൂവ് ചെയ്യുന്ന ഒരു പോർഷൻ ഉണ്ട്, ആ ഒരു പോർഷനെ മാത്രം നമ്മൾ പറയുന്ന പേരാണ് കാരിയേജ് വേ. അപ്പോൾ ഈ കാരിയേജ് വേ മാർക്കിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നതാണ് സെന്റർ ലൈൻ, ട്രാഫിക് ലൈൻ, ബോർഡർ ലൈൻ ഓർ എഡ്ജ് ലൈൻ, ബസ് ലൈൻ എക്സെട്ര. അപ്പം നമുക്ക് ഈ ലോഞ്ചിറ്റ്യൂഡൽ മാർക്കിങ്സ് നമുക്കൊന്ന് സെപ്പറേറ്റ് നോക്കാം. ദെൻ മാർക്കിങ്സ് അറ്റ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നതാണ് സ്റ്റോപ്പ് ലൈൻസ്, പെഡസ്ട്രിയൻ ക്രോസിംഗ്, ഡിറക്ഷൻ ഏരോസ്. ഓക്കെ. ദെൻ ഒബ്ജക്ട് മാർക്കിങ്സിൽ വരുന്നതാണ് കർബ് മാർക്കിംഗ്, objects within the carriage way, objects adjacent to the carriage way. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുന്നതിന് വേണ്ടി നമ്മൾ സെപ്പറേറ്റ് മാർക്കിങ്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഒബ്ജക്ട് മാർക്കിങ്സ് എന്ന് പറയുന്നത്. ദെൻ വേർഡ് മെസ്സേജസ് ആണ് സ്റ്റോപ്പ്, സ്ലോ, ബസ്, കീപ് ക്ലിയർ, റൈറ്റ് ടേൺ ഓൺലി, എക്സിറ്റ് ഓൺലി, അതൊക്കെ. ദെൻ പാർക്കിംഗ് മാർക്കിംഗ് ആണ് പാർക്കിംഗ് സ്പേസ് ലിമിറ്റ്, പാർക്കിംഗ് റെസ്ട്രിക്ഷൻസ്, ബസ് സ്റ്റോപ്സ് എക്സെട്ര. ഓക്കെ, ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സാധാരണ നമ്മൾ പാർക്ക് ചെയ്യുന്നവർക്ക് ഏത് ഡയറക്ഷനിൽ പാർക്ക് ചെയ്യണമെന്നൊക്കെ അവിടെ അലൈൻ ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു വൈറ്റ് കളറിൽ പെയിന്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അല്ലേ. അതൊരു ടൈപ്പ് ഓഫ് പെയിന്റ് ആണ്. അപ്പോൾ അത്തരത്തിലുള്ള മാർക്കിങ്സ് ആണ് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. പാർക്കിങ്സിന് വേണ്ടി യൂസ് ചെയ്യുന്ന മാർക്കിങ്സ് ആണ് അതൊക്കെ. ദെൻ മാർക്കിംഗ് അറ്റ് ഹസാർഡസ് ലൊക്കേഷൻസ്, അതായത് നമ്മൾ ചില ഹസാർഡസ് ആയിട്ടുള്ള പോയിന്റ്സിലേക്ക് ഒബ്സ്ട്രക്ഷൻ അപ്രോച്ചസ് കാണിച്ചിട്ടുണ്ടാവും, കാരേജ് വേ ഇവിടുത്തെ ട്രാൻസിഷൻ കാണിച്ചിട്ടുണ്ടാവും, അത് റോഡ് റെയിൽ ലെവൽ ക്രോസിംഗ്സ്, ചെക്ക് ബാരിയേഴ്സ്, അതൊക്കെയാണ് മാർക്കിങ്സ് അറ്റ് ഹസാർഡസ് ലൊക്കേഷൻസിനകത്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും റോഡ് മാർക്കിങ്സിന്റെ ക്ലാസിഫിക്കേഷൻ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിനകത്ത് ലോഞ്ചിറ്റ്യൂഡൽ മാർക്കിങ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാരേജ് വേണ്ട സെന്ററിലൂടെ മാർക്ക് ചെയ്യുന്ന മാർക്കിങ്സ് ആണ് ലോഞ്ചിറ്റ്യൂഡൽ മാർക്കിങ്സ് എന്ന് പറയുന്നത്. സാധാരണ നമ്മളത് വൈറ്റ് കളറിൽ തന്നെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഒരു റോഡ് ഇങ്ങനെ പോകുന്നുണ്ട് എന്ന് ഇങ്ങനൊരു റോഡ് പോകുന്നുണ്ടെങ്കിൽ അതിന് സെന്ററിൽ നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അതെന്താ ഉദ്ദേശിക്കുന്നത്? ഈ ഡയറക്ഷനിലും വാഹനങ്ങൾക്ക് മൂവ് ചെയ്യാം, അതുപോലെ ഈ ഡയറക്ഷനിലും വാഹനങ്ങൾക്ക് മൂവ് ചെയ്യാം. അപ്പോൾ ഒരു സെപ്പറേഷൻ, ഒരു ചെറിയൊരു സെപ്പറേഷൻ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് പ്രൊവൈഡഡ് ഫോർ സെപ്പറേറ്റിംഗ് ദ ട്രാഫിക് ഫ്ലോ ഇൻ ദ സെയിം ഡയറക്ഷൻ ആൻഡ് ദ പ്രൊഡോമിനന്റ് കളർ യൂസ്ഡ് ഈസ് വൈറ്റ്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്നത് വൈറ്റ് കളറാണ്. അപ്പോൾ ഇതിപ്പോൾ ഒരു വൺ വേ ആണെന്നുണ്ടെങ്കിൽ ഈ രണ്ട് സൈഡിലൂടെയും പോകണമെങ്കിൽ വാഹനങ്ങൾക്ക് അതിൻ്റെതായ ഒരു പാത്ത് സെലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടല്ല, അവരുടെ അതേ പാത്ത് കാണിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ
സെൻറ്ററിൽ ലൈൻ വരയ്ക്കുന്നത്. ഞാൻ സാധാരണ വൈറ്റ് കളറിലാണ്, അതുപോലെ 100 mm വൈഡ് ആയിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 100 mm വിഡ്ത്തിലുള്ളതായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ചിലപ്പോൾ ബ്രോക്കൺ ലൈൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ സോളിഡ് ലൈൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡബിൾ സോളിഡ് ലൈൻസ്. അപ്പോൾ എന്താണോ അവിടുത്തെ ആവശ്യം, ഏത് ടൈപ്പ് ഫ്രോഡാണോ അവിടെ ഉള്ളത് എന്നതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്താണ് നമ്മളവിടെ ഇത്തരത്തിലുള്ള മാർക്കിങ്സ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ലോഞ്ചിറ്റ്യൂഡിലെ മാർക്കിങ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, സെൻറ്റർ ലൈൻ, ട്രാഫിക് ലൈൻ, നോ പാസിംഗ് സോൺ, വാർണിംഗ് ലൈൻസ്, ബോർഡർ ഓർ എഡ്ജ് ലൈൻസ്, ബസ് ലൈൻ മാർക്കിങ്സ് അല്ലെങ്കിൽ സൈക്കിൾ ലൈൻ മാർക്കിങ്സ്, ഇതെല്ലാം ലോഞ്ചിറ്റ്യൂഡൽ മാർക്കിങ്സിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ റോഡ് മാർക്കിങ്സ് അല്ലെങ്കിൽ പേയ്മെന്റ് മാർക്കിങ്സിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ട്രാഫിക് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞ ചെറിയൊരു പോർഷൻ അവസാനിക്കുകയാണ്. അപ്പോൾ ട്രാഫിക് എഞ്ചിനീയറിംഗിനകത്ത് നമുക്ക് ട്രാഫിക് വോളിയം സ്റ്റഡി പഠിക്കാനുണ്ട്, ട്രാഫിക് സർവേസ് അല്ലേ, പിന്നെ ട്രാഫിക് റെഗുലേഷൻസും ആണ് പഠിക്കേണ്ടത്. ട്രാഫിക് സർവേസും ട്രാഫിക് റെഗുലേഷൻസും. ഈ ട്രാഫിക് സർവേസിനകത്ത് നമ്മൾ എന്തൊക്കെ പഠിച്ചു? ട്രാഫിക് വോളിയം സ്റ്റഡി പഠിച്ചു, ദെൻ സ്പീഡ് സ്റ്റഡീസ് പഠിച്ചു, അതുപോലെ ഒറിജിനൽ ഡെസ്റ്റിനേഷൻ സ്റ്റഡീസ് പഠിച്ചു, ട്രാഫിക് ഫ്ലോ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി, ട്രാഫിക് കപ്പാസിറ്റി സ്റ്റഡീസ്, പാർക്കിംഗ് സ്റ്റഡി ആൻഡ് ആക്സിഡൻറ്റ് സ്റ്റഡി. അത് ഓരോന്നും നമ്മൾ എന്തൊക്കെയാണെന്ന് എടുത്തെടുത്ത് നോക്കി. ദെൻ നെക്സ്റ്റ് നമ്മൾ പഠിച്ചത് ട്രാഫിക് റെഗുലേഷൻസ് ആണ്. എങ്ങനെയല്ല ട്രാഫിക്കിനെ കൺട്രോൾ ചെയ്യാമെന്നാണ് നോക്കിയത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് റോഡ് ജംഗ്ഷൻസ് പ്രൊവൈഡ് ചെയ്യാം, ട്രാഫിക് അലയൻസ് പ്രൊവൈഡ് ചെയ്യാം, ട്രാഫിക് സൈൻസ്, ഗ്രേഡ് സെപ്പറേഷൻസ്, പേയ്മെന്റ് മാർക്കിങ്സ്. ഇത്രയാണ് ട്രാഫിക് റെഗുലേഷൻസിനകത്ത് വരുന്നത്. അപ്പോൾ ഈ 2 ടോപ്പിക്കും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാഫിക് എഞ്ചിനീയറിംഗ് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാനുള്ളത് ഹൈവേ അലൈൻമെന്റിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ. ആ ഹൈവേ അലൈൻമെന്റിനകത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഒബ്ലിഗേറ്ററി പോയിന്റ്സ്, ട്രാഫിക്, ജിയോമെട്രിക് ഡിസൈൻ, എക്കണോമിക്സ്, അതർ കൺസിഡറേഷൻ. അതിലെ ഒന്നാമത്തേതും രണ്ടാമത്തേതും 4ഉം 5ഉം കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ജിയോമെട്രിക് ഡിസൈൻ ആണ്. അത് ഇത്തിരി കൂടുതൽ നോക്കാനുണ്ട്. അത് നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിനകത്താണ് വരുന്നത്. അപ്പോൾ ആ ഒരു പോർഷൻ നമുക്ക് ഫ്രഷ് ആയിട്ട് പുതിയൊരു ദിവസം തന്നെ തുടങ്ങാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ നോട്ട് എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.